ഹായ് മക്കളെ, അമീൻ സാറാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന മക്കളെല്ലാവരും 7ാം ക്ലാസ്സിലായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ അവസാനത്തെ കാലഘട്ടം ഇനി ഒരു വലിയൊരു സ്കൂളിലേക്ക് മാറാൻ വേണ്ടി പോവാണ്. ഇതുവരെ UP ക്ലാസ് എന്ന് പറയും നമ്മൾ ചെറിയ മക്കളായിരുന്നു. പക്ഷേ ഇനിയുള്ളത് വലിയ മക്കളാവാൻ വേണ്ടി പോവാണ്. 8ാം ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഇപ്പോൾ പഠിച്ചതുപോലെയല്ല, ചാപ്റ്റേഴ്സിന് എണ്ണം കൂടുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്കറിയാം 7ാം ക്ലാസ് തന്നെ അടിപൊളിയായിരുന്നു. നമ്മൾ തുടങ്ങുമ്പോഴൊക്കെ അവസാനം നമ്മൾ എവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ സ്കൂളിലേക്ക് എത്താണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇനിയുള്ളത് SPC പോലെ NCCയെ പോലെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് മുന്നിൽ വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് എക്സാമുകളും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കേണ്ടത്. മാത്രമല്ല, നിങ്ങളുടെ ബുക്ക് മാറാണ്. മക്കൾ, ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ പഠിച്ചൊരു സമയത്ത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചതുപോലെ നിങ്ങൾ ഇനി 8ാം ക്ലാസ് പഠിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താ അറിയോ? ഇതേപോലെ പോയി ഒരുപാട് മക്കളുണ്ട്. കാരണം 7ാം ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാ വിഷയത്തിനും A ഗ്രേഡ് കിട്ടി, ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ 8ാം ക്ലാസ്സിലെത്തിയപ്പം ഒരുപാട് മക്കൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാറ് സമയം കിട്ടുന്നില്ല, ഞങ്ങൾ അധികം പഠിച്ചിട്ടൊന്നും എത്തുന്നില്ല, കുറേ എണ്ണത്തിന് A+ പോകുന്നുണ്ടൊക്കെ എന്ന്. കാരണം എന്താ അറിയോ? ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. SPC NCC ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും നല്ല നമ്മളൊരു ക്വാളിഫിക്കേഷൻ കാണിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി സാധനമാണ്. ബട്ട് ആ സമയത്ത് മാർക്കില്ലെങ്കിലോ? മക്കൾ, ഇനി 8ാം ക്ലാസ്സിലേക്കാണ്, ബുക്ക് മാറാണ്, ചാപ്റ്ററിന് എണ്ണം കൂടെയാണ്, എല്ലാം നമുക്ക് അടിപൊളിയാക്കി പഠിക്കണം. അറിയാം നമ്മൾ അടിപൊളിയാക്കും, ഉഷാറാക്കും എന്നറിയാം. മക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സമയം വെറുതെ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണെങ്കിൽ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരും എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കാൻ അടിപൊളിയാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് രണ്ടും എൻ്റെ മക്കൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ബാച്ച് പറയാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മളെ യോദ്ധ ബാച്ച് എന്ന് പറഞ്ഞെങ്കിൽ. മക്കൾ, ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഒരുപാട് എക്സാമുകൾ വരാൻ വേണ്ടി പോവാം. മക്കൾ, 48,000 രൂപ കിട്ടുന്ന NMS എക്സാമിനേഷൻ ഉണ്ട്, അതേപോലെ തന്നെ SA സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് എക്സാമുകൾ നമ്മൾ വരാൻ വേണ്ടിയിട്ട് പോകുന്ന കാലഘട്ടമാണ് 8ാം ക്ലാസ്. മക്കളെ, ഇതെല്ലാം നമുക്ക് നേടണം, നല്ല മാർക്കും വാങ്ങണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ വേണ്ടത് 8ാം ക്ലാസ്സിലെ കണ്ടന്റ് അടിപൊളിയാവാന്നുള്ളതാണ്. മക്കളെ, ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, അഥവാ നമ്മൾ എന്നാണ് ബാച്ച് തുടങ്ങുക അന്ന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ മക്കൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 48,000 രൂപ സ്കോളർഷിപ്പും 50,000 രൂപ സ്കോളർഷിപ്പും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യമേ പഠിക്കണം. അതിന് വേണ്ടി തന്നെയാണ് 8ാം ക്ലാസ്സിൽ യോദ്ധ ബാച്ച് നമ്മളിവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, ഏറ്റവും കിടിലം മെറ്റീരിയലായിട്ട്, അതും നല്ല അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാ കാര്യം ഡിസ്കസ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി ഉറപ്പ് പറഞ്ഞുതരാം, നിങ്ങൾ വരികയാണെങ്കിൽ, മക്കൾ അങ്ങനെ തന്നെ കേട്ടോളി, നിങ്ങൾ വരികയാണെങ്കിൽ NMMS നമ്മൾ നേടിയിരിക്കും. നമ്മളൊക്കെ ആഗ്രഹമാണ് NMS നേടണം എന്നുള്ളതും, അതേപോലെ തന്നെ ബാക്കിയുള്ള കോമ്പറ്റീവ് എക്സാമിനേഷനൊക്കെ അടിപൊളിയാക്കണം എന്നുള്ളതൊക്കെ. മക്കളെ, നിങ്ങളായിരിക്കും നിങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ്. അതിനു വേണ്ടി തന്നെയാണ് യോദ്ധ ബാച്ച്. നിങ്ങൾക്ക് ഒരു പ്രയാസം വരില്ല. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് വെക്കുക, വളരെ വളരെ കുറഞ്ഞ പൈസയിലാണ് നിങ്ങൾക്ക് ആ ബാച്ച് നൽകുന്നത്. മക്കൾ, പെട്ടെന്ന് തന്നെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ആ നമ്പറിൽ വേഗം വിളിക്കുക. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. അടിപൊളിയാക്കി കിടിലാക്കി നിങ്ങൾ 8ാം ക്ലാസ് പഠിപ്പിച്ച് അടിപൊളിയാക്കി നമ്മൾ മാറ്റി തരും. സോ വെൽക്കം ടു സൈലം ഫാമിലി. നമുക്ക് അടിപൊളിയാക്കണം.